ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നതും അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു നോക്കിയിരുന്നത്. ഇന്ന് നമ്മളത് ഒരു പാസ്പോർട്ട് എങ്ങനെ റിന്യൂ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൽ നിന്ന് കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല, 1-2 ഓപ്ഷൻസിൽ മാറ്റുള്ളൂ. എനിവേ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു പാസ്പോർട്ട് എങ്ങനെ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ അതിനെങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, അതിനുശേഷം എങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം. നിലവിൽ പുതിയ പാസ്പോർട്ട് എടുക്കാനും റിന്യൂ ചെയ്യാനൊക്കെ 1500 രൂപയാണ് ഫീ. അതുപോലെ തന്നെ കുട്ടികളതാണെങ്കിൽ 1000, ചെറിയ കുട്ടികളത് അതായത് 8 വയസ്സിന് താഴെയാണെങ്കിൽ 900, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫീ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ചാനലിൽ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പുതിയൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് എങ്ങനെ റിന്യൂ ചെയ്യുക എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഏകദേശം സെയിം തന്നെയാണ്, ചെറിയ 1-2 ഓപ്ഷൻസിലുള്ള മാറ്റം. അപ്പോൾ നിങ്ങൾ നിലവിൽ ഒരു യൂസർ അല്ലെങ്കിൽ പാസ്പോർട്ട് സൈറ്റിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ പോകാൻ നിങ്ങൾ passport.india.gov എന്നുള്ള വെബ്സൈറ്റ് പോകണം. വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ താഴെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള പോവുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നിട്ട് ഇതോടെ പാസ്പോർട്ട് ഓഫീസും സെലക്ട് ചെയ്യുക. പാസ്പോർട്ട് ഓഫീസ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസായി തന്നെ അടുത്തുള്ളത് സെലക്ട് ചെയ്യുക. നമ്മുടെ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഈ കൊടുത്ത ഇമെയിൽ IDയിൽ തന്നെ നിങ്ങൾക്ക് ലോഗിൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുക. അതിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതിൽ ന്യൂമറിക്, ആൽഫബറ്റ് മിക്സ് ആയിരിക്കണം. അത് രണ്ടും എൻ്റർ ചെയ്യുക. പിന്നെ ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇൻ കേസ് പാസ്വേഡ് മറന്നുപോയാൽ കണ്ടെത്താനുള്ളൊരു ഹിൻഡ് ക്വസ്റ്റ്യനും അതിനൊരു ആൻസറും കൊടുത്തിട്ട് ഈ ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഇമെയിലിലേക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന് കൊടുത്ത് ഞാൻ അതിനുശേഷം എൻ്റെ യൂസർ നെയിം കൂടെ കൊടുത്തു. ഓക്കെ, പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത അതേ ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ആൻഡ് റീഇഷ്യൂ പാസ്പോർട്ട്. ഇവിടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോവാം. അതെല്ലാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ആദ്യം കൊടുത്തത് ആദ്യത്തെ ഇതിൽ ഫ്രഷ് പാസ്പോർട്ടിനായിരുന്നു കൊടുത്തത്. ഇപ്പോൾ നമ്മൾ റിന്യൂ ചെയ്യാനാണ്. അപ്പോൾ റീ ഇഷ്യൂ പാസ്പോർട്ട് എന്നുള്ളത് കൊടുത്തു. ഇനി ഈ ഫ്രീ ഇഷ്യൂ സ്പെസിഫൈ റീസൺ, എന്തുകൊണ്ടാണ് റീസൺ, എന്തിൻ്റെ റീസണിലാണ് നമുക്ക് പുതിയ പാസ്പോർട്ട് വേണമെന്ന്, ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലർ, ഡാമേജ് പാസ്പോർട്ട്, എക്സ്ക്യൂഷൻ ഓഫ് പേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാലിഡിറ്റി എക്സ്പയർഡ് മോർ ദാൻ 3 ഇയേഴ്സ്, അത് നിങ്ങളുടെ നിലവിലുള്ള പാസ്പോർട്ട് 3 വർഷം എക്സ്പയർ ആയതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. ഇനി 3 വർഷത്തിൻ്റെ ഇടയ്ക്കാണ് എക്സ്പയർ ആയിട്ടുള്ളത്, അതെനിക്ക് എക്സ്പയർ ആവാനിരിക്കുന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് ഓപ്ഷന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നോർമലും സെലക്ട് ചെയ്തു. ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ബുക്ക്ലെറ്റ്, എത്ര ജംബോ പാസ്പോർട്ട് വേണമെങ്കിൽ 60 പേജ് സെലക്ട് ചെയ്യാം. നമ്മൾ നോർമലായിട്ട് 36 പേജിൻ്റെ, ഇനി കൂടുതൽ വിദേശ യാത്ര ചെയ്യുന്നവർക്ക് 60 പേജിൻ്റെ ജംബോ പാസ്പോർട്ട് വേണമെങ്കിൽ അത് ബുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ഗിവൺ നെയിമാണ്, ആപ്ലിക്കൻറ്റിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. ഹാവ് യു എവർ ബീൻ നോ ബൈ അതർ നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഹാവ് യു ചേഞ്ച് നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുത്തിട്ട് അത് നോക്കുക, എസ് എന്ന് കൊടുക്കുക. നമ്മൾ നോ കൊടുത്തു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യുക. ഈസ് യുവർ പ്ലേസ് ഓഫ് ബർത്ത് ഇൻ ഇന്ത്യ? യെസ്. പ്ലേസ് ഓഫ് ബർത്ത് വില്ലേജ്, നമ്മളെ ബർത്ത് പ്ലേസാണ്, പ്ലേസ് എൻ്റർ ചെയ്യുക. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളാണെങ്കിൽ എസ് കൊടുക്കുക. അതിനുശേഷം കൺട്രിയൊക്കെ സെലക്ട് ചെയ്യുക. അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. ബർത്ത് പ്ലേസ് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ നോക്കുക, അവിടെ കൊടുക്കുക. സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യൻ്റെ ബർത്ത് എന്ന് കൊടുത്തു. പിന്നെ പാൻ കാർഡ് അവൈലബിൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുക്കുക. എംപ്ലോയി ടൈപ്പ്, ഈ ലിസ്റ്റിൽ കാണുന്ന എന്തെങ്കിലും എംപ്ലോയി ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അതേഴ്സ് എന്ന് കൊടുക്കുക. കുട്ടികളാണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക.
ഇതർ പാരൻസ്, കുട്ടിയുടെ പാരൻസ് ഏതെങ്കിലും ഗവൺമെൻറ് സർവൻറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ഇവിടെ സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് ഉള്ളവരാണെങ്കിൽ ഇത് എൻ്റർ ചെയ്തിട്ട് ആധാർ കാർഡ് കൊടുക്കണം, അല്ലാത്തവർ നോ എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നീടുള്ളത് ഫാദറിൻ്റെ നെയിം, ഫാദറിൻ്റെ സബ് നെയിം, മദറിൻ്റെ നെയിം, മദറിൻ്റെ സർ നെയിം, ലീഗൽ ഗാർഡിയൻ ഗിവൺ, എന്തെങ്കിലും ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആ ഗാർഡിയൻ്റെ പേര്, സർ നെയിം കൊടുക്കുക. പിന്നെ ഈ ഒരു പോർഷന് കുട്ടികൾക്ക് മാത്രം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. മൈനർ ആണെങ്കിൽ ഇത് കൊടുക്കുക, ഫാദറിൻ്റെ പാസ്പോർട്ട് നമ്പർ, മദറിൻ്റെ പാസ്പോർട്ട് നമ്പർ. അതിനുശേഷം നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. ഈസ് യുവർ പ്രസൻറ്റ് അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്താണ് നമ്മൾ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത് വെച്ചെങ്കിൽ യെസ് കൊടുക്കുക, അതിൻ്റെ അഡ്രസ്സ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ വില്ലേജ് കൊടുക്കുക, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പോലീസ് സ്റ്റേഷൻ, പിൻകോഡ്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഇമെയിൽ ID കൊടുക്കുക. ഈസ് പ്രസൻറ്റ് അഡ്രസ്സ് ഇനവൈലബിൾ, എസ് എന്ന് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പ്രസൻറ്റ് അഡ്രസ്സും മുകളിൽ കൊടുത്ത അഡ്രസ്സും സെയിം ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഒന്ന് സേവ് മൈ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക, ഓക്കെ എന്ന് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നെയിം ആൻഡ് അഡ്രസ്സ്, നമ്മുടെ എമർജൻസി കോൺടാക്റ്റിനുള്ള ഒരു അഡ്രസ്സ്, ആ ആളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി ഇവിടെ കൊടുക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ റിന്യൂ ചെയ്യണം, അപ്പോൾ പഴയ പാസ്പോർട്ടിൻ്റെ നമ്പർ, നമ്മുടെ നിലവിലുള്ള പാസ്പോർട്ടിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. നിലവിലുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയർ ആയ ഡേറ്റ്, പ്ലേസ് ഓഫ് ഇഷ്യൂ നോട്ട് അവൈലബിൾ എന്ന് കൊടുക്കുക. ഹാവ് യു എവർ അപ്ലൈഡ് ഫോർ പാസ്പോർട്ട് ബട്ട് നോട്ട് ഇഷ്യൂഡ്, ഇതിന് മുൻപ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, പോലീസ് കേസ്, അതുപോലെ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാനിപ്പോൾ കുട്ടികളാണ്, അതുകൊണ്ട് എല്ലാം തന്നെ നോ എന്ന് കൊടുക്കുന്നു. എന്തെങ്കിലും പോലീസ് കേസോ കാര്യങ്ങളോ എന്തൊക്കെ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് വായിച്ചിട്ട് ചെയ്യാൻ നിങ്ങൾ തുടർന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു രൂപം അവിടെ കാണും നമുക്ക്. അപ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഫോട്ടോ വരും, പിന്നെ സിഗ്നേച്ചർ വരും. ഓക്കെ, അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നോക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. തുടർന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ പ്രൂഫ് ഓഫ് ബർത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ഡോക്യുമെൻ്റാണ്, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡ് കൊടുക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് രജിസ്റ്റേർഡ് എന്നുള്ളത് കൊടുക്കുന്നു. പ്രൂഫ് ഓഫ് റെസിഡൻസ്, ഇപ്പോൾ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ പാസ്പോർട്ട്, ഏത് ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് കൊടുക്കുക, അതിൽ കാണുന്ന ഏത് ഡോക്യുമെൻറ്റും കൊടുക്കാം. ഞാനിവിടെ പാരൻസ് പാസ്പോർട്ട് കോപ്പി ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിക്ലറേഷൻ അഫിലിയേറ്റഡ് പാർട്ടിക്കുലർ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പിന്നെയുള്ളത് പാസ്പോർട്ട് സേവ SMS സർവീസ് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസൊക്കെ മൊബൈൽ SMS വഴി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എസ് സെലക്ട് ചെയ്യുക. അപ്പോൾ 50 റുപ്പീസ് നമ്മൾ എടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ നോ സെലക്ട് ചെയ്തിട്ട് പോകാം. പ്ലേസ്, ഡേറ്റ്, അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക, സബ്മിറ്റ് ഫോം എന്നെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റെഫറൻസ് നമ്പറൊക്കെ കാണാം, ഈ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഇവിടെ വ്യൂ സേവ്ഡ് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ ലഭിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾ ഇവിടുന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും. ഇനി നമ്മളിതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പേ ആൻഡ് ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം രണ്ട് രീതിയിൽ ചലാനടച്ചിട്ട് ബാങ്കിൽ നേരിട്ട് പോയിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചൂസ് ചെയ്യാം നമുക്ക്. ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യേണ്ടത് പാസ്പോർട്ട് സേവാ കേന്ദ്രം സെലക്ട് ചെയ്യുന്നു. അതുപോലെ കൊടുത്ത ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് അല്ല മറ്റൊരു ഡേറ്റാണ് വേണ്ടത് വെച്ചാൽ നമുക്കൊന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കിടക്കുന്ന ഡേറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നോർമലി കുട്ടികളുടെ പാസ്പോർട്ടിനൊക്കെ 1000 രൂപയാണ് ചാർജ്. പിന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1000 രൂപയാണ്, മുതിർന്നവർക്ക് 1500 രൂപയാണ് നിലവിൽ ചാർജ്. അപ്പോൾ അതിനുശേഷം പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ സ്റ്റേറ്റ് നെറ്റ് ബാങ്കിങ്ങിനായിട്ട് മുകളിൽ താഴെയായിട്ട് കാർഡ് പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ SBTയുടെ കാർഡ് ഉള്ളവർക്ക് നേരിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോകാം.
അതല്ലാത്ത അതർ ബാങ്ക് ആണെങ്കിൽ ഇവിടെ പോവുക. ഇനി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഇവിടെ പോവുക. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ 17 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ അതർ ബാങ്ക്, ഞാനിപ്പോൾ എൻ്റെ അതർ ബാങ്കാണ്, അപ്പോൾ ഇതിൽ ചൂസ് ചെയ്തു. അതിനുശേഷം കൺഫേം കൊടുത്തു. ഇനി നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ആയി. ഓക്കെ, നമ്മൾ തിരിച്ച് ഹോം പേജിൽ വന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വ്യൂ ആൻഡ് സേവ്ഡ് സബ്മിറ്റ് ആപ്ലിക്കൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കൻ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. അതിനുശേഷം വ്യൂ ആൻഡ് പ്രിൻറ്റ് സബ്മിഷൻ ഫോം എന്ന് കൊടുത്താൽ ഈ ഒരു ഫോം നിങ്ങൾ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് വേണം പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ട ഫോമാണിത്. ഇതിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കണം. അതുപോലെ തന്നെ അപ്ലോഡ് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ് പ്രൂഫായിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ ആപ്ലിക്കൻ്റ് റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്ത് അതും ഈ റെസിപ്റ്റും കയ്യിൽ വെക്കണം. പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ഇതും പ്രിൻ്റ് കൊടുത്തിട്ട് അതിന് മുമ്പ് പേയ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റിൽ പോയിട്ട് പേ ആൻഡ് ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ് ഒന്ന് കൊടുക്കുക. അവിടെ ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഒന്നിൽ പോവുക. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ സക്സസ് വെരിഫൈ ആവും. ഇത് പേയ്മെൻറ്റ് വെരിഫൈ ആവുള്ളൂ. വീണ്ടും ഇവിടെ നമ്മൾ വന്നിട്ട് ഇത് ചൂസ് ചെയ്തതിന് ശേഷം അപ്പോയിൻമെൻറ്റ് ആപ്ലിക്കേഷന് ഒന്നുകൂടി എടുക്കുക. നമ്മൾ നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. ഇപ്പോൾ അവൈലബിൾ ഡേറ്റ് നമ്മൾ നേരത്തെ ചെയ്തതിന് വീണ്ടും ഒന്നുകൂടി ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ് ചൂസ് ചെയ്യുക. ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് നോക്കുക. അതിനുശേഷം ഈ ഒരു സംഭവം പ്രിൻറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻറ്റിൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് സമയം ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ PDF ആയിട്ട് സേവ് ചെയ്താലും മതിയാവും. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റും ഇതൊക്കെ സബ്മിറ്റ് ചെയ്താൽ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് അനുസരിച്ച് നിങ്ങൾക്ക് പാസ്പോർട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന കാര്യം എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻ ലഭിക്കാനും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് നല്ല നല്ല ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.